ഹലോ, എല്ലാ കൂട്ടുകാർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ന്യൂട്രീഷൻ ഡേ അല്ലേ. അപ്പോൾ അംഗനവാടിയിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കുറച്ച് മുമ്പ് ഒരു 10:30-11 മണി ആയപ്പോൾ ടീച്ചർ വിളിച്ച് പറഞ്ഞു, ഉച്ചത്തേക്ക് ഒരു 1:30 ആകുമ്പോഴത്തേക്കും നിങ്ങൾ ഉണ്ടാക്കുന്ന കറി ഒക്കെ കൊണ്ടുവരണം, പോഷകാഹാരം കൊണ്ടുവരണം എന്ന് പറഞ്ഞു. അപ്പം ഞാനൊരു കാര്യം ചെയ്തു, വേഗം നമുക്കൊരു പെട്ടെന്ന് തന്നെ ഇപ്പം ചീര എന്ന് പറയുമ്പോൾ ഇത് മെക്സിക്കൻ ചീരയാണ്. അതായത് നമ്മുടെ ചായ മനസ്സിലില്ലേ, ചായ മനസ്സാ, ആ സംഭവം എടുത്ത് ഇതിനകത്ത് നമ്മൾ വേറെ ഒന്നുമില്ല, പിള്ളേർക്ക് വേണ്ടിയിട്ടായതുകൊണ്ട് എരിവൊക്കെ കുറച്ച് 2 പച്ചമുളകും തേങ്ങ, അതുപോലെ തന്നെ ചെറിയ സവാള ഒരു ചെറിയ പീസ് എടുത്തിട്ട് അത് കുത്തി അരിഞ്ഞതും, ഈ പറഞ്ഞ ചായ മനസ്സിൽ നമ്മൾ ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് അത് ശരിക്കും അത് പിഴിഞ്ഞെടുത്തില്ലെങ്കിൽ അതിനൊരു ഇതുണ്ടാവും കേട്ടോ, മക്കുണ്ടാവും. അപ്പോൾ അങ്ങനെയെല്ലാം കളഞ്ഞിട്ട് നല്ല അടിപൊളിയായിട്ട് നമ്മളത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ വന്നിട്ട് നമുക്ക് ബീട്രൂട്ട് തോരൻ ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാം കുറച്ച് മതിയല്ലോ, ജസ്റ്റ് ഒന്ന് ഇതിന് വേണ്ടിയിട്ട് എല്ലാ പാരൻസും കൊണ്ടുവരും. അപ്പോൾ എൻ്റെ അടുത്ത് ഇത്തിരി മുമ്പ് വിളിച്ചു പറഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാമായിരുന്നു, പോഷകാഹാരമുള്ള സാധനങ്ങൾ വേണമല്ലോ അവർക്ക്. അപ്പോൾ ഞാൻ ബീട്രൂട്ട് തോരനും അതുപോലെ തന്നെ എരിവ് കുറച്ചിട്ട് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പം ഈ 2 തോരനാണ് ഉണ്ടാക്കിയിരുന്നത്. പിന്നെ വന്നിട്ട് നമ്മളത് ഡിഫറെൻറ്റ് ഫ്ലേവറിലുള്ള അടിപൊളി ദോശ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ദോശ എന്ന് പറയുമ്പോൾ നമ്മൾ നെയ്യ്, എന്താ ഇത് പച്ച കളറിൽ ഇതിനകത്ത് ഇട്ടേക്കണത് നമ്മുടെ മുരിങ്ങയില, എള്ള്, അല്പം നെയ്യും ചേർത്തിട്ട് നമ്മൾ റെഡിയാക്കി എടുത്തേക്കണതാണ് കേട്ടോ. പിന്നെ നല്ല അടിപൊളി കളറിൽ ബീട്രൂട്ട് തേങ്ങ ചിരവിയത്, പാല്, പിന്നെ നമ്മുടെ അരി അരച്ച് വെച്ചായിരുന്ന മാവിൻ്റെ ദോശയായിട്ട് ഇത് ഇട്ടേക്കണേ. അപ്പോൾ നല്ല സോഫ്റ്റായിട്ടിരിക്കും, മറ്റേ ഇച്ചിരി ഹാർഡാവില്ല. അപ്പോൾ അങ്ങനെയില്ല, പിള്ളേർക്ക് ഇതിനകത്ത് അല്പം മധുരം കൂടി ചേർത്തിട്ട് ഇതും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ബീട്രൂട്ട് ദോശ, ഇതൊക്കെ നല്ല പോഷകഗുണമുള്ള സാധനങ്ങളാണല്ലോ, അതുകൊണ്ട് നമ്മളിങ്ങനെ റെഡിയാക്കിയത്. പിന്നെ ഇതും ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ മുരിങ്ങയില. പിന്നെ നമ്മുടെ സാദാ അരിമാവിലേക്ക് പശുവിൻ്റെ പാലും ചേർത്ത് നമ്മുടെ എള്ളും ചേർത്തിട്ട് ഉണ്ടാക്കിയെടുത്ത ദോശയാട്ടോ. പിന്നെ ഇത് വന്നിട്ട് അങ്ങനെ ഒത്തിരി വേറെ വേറെ കളേഴ്സൊക്കെ ആകുമ്പോൾ പിള്ളേർക്ക് കഴിക്കാനൊക്കെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. നമ്മൾ എന്നും ഡെയിലി ഒരേ സംഭവം തന്നെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അത്രയും ഇഷ്ടമാവില്ല. അപ്പോൾ ഒരു വേണ്ടാന്ന് പറയും, ഒരു ദിവസം കൊടുത്ത് പിറ്റേ ദിവസം കൊടുക്കുമ്പോൾ അങ്ങനെ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് വെച്ചു. അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ ചെറിയ രീതിയിലൊക്കെ പറ്റിച്ചൊക്കെ കൊടുക്കും, ഇങ്ങനെ കളറൊക്കെ ചേർത്തിട്ടൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ അത് ഞാൻ കാണിച്ചായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു മാവിരിക്കണ്ടെന്ന്, പെട്ടെന്ന് ടീച്ചർ ഇത്തിരി മുമ്പല്ലേ പറഞ്ഞത്, വേഗത്തിൽ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് അപ്പോൾ തന്നെ ക്യാരറ്റ് എടുത്ത് സ്ലൈസ് ചെയ്ത് നന്നായിട്ട് കുരു സ്ലൈസ് ചെയ്തിട്ട് നെയ്യും ചേർത്ത് ഈ പശുമ്പാലും ചേർത്ത് മാവിൽ ഓരോന്നേ മാവും കുറേശ്ശെ മാറ്റി വെച്ചിട്ട് എല്ലാത്തിനും ഒരു മാവ് തന്നെ എടുത്തേക്കണേ, പക്ഷെ എല്ലാത്തിനും ഡിഫറെൻറ്റ് ഫ്ലേവർ വ്യത്യസ്തമായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇത് ക്യാരറ്റ് ദോശ. പിന്നെ വന്നിട്ട് നമുക്കെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടൊരു ദോശയാണേ ഇത്. നിങ്ങൾക്ക് എത്രത്തോളം ഇത് കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. അതായത് ഈ ദോശ, ഇതിനകത്ത് നമ്മൾ ചേർത്തേക്കണ എള്ള്, പശുവിൻ്റെ പാല്, പിന്നെ എന്തിട്ടാ തേങ്ങ ചിരവി ആയിട്ട് അതൊന്ന് മിക്സിയിൽ ക്രഷ് ചെയ്തെടുത്തത്, പിന്നെ ക്യാരറ്റ്, പിന്നെ എന്തിട്ടാ ക്യാരറ്റുണ്ട്, ബീട്രൂട്ടുണ്ട്, മുരിങ്ങയിലയുണ്ട്, എള്ളുണ്ട്, നെയ്യുണ്ട്. അങ്ങനെ ഈ ദോശ ഉണ്ടാക്കി. അങ്ങനെ നമ്മൾ 5 കളറ് ദോശയായിട്ടാണ് നമുക്കിപ്പോൾ പിള്ളേർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കിയേക്കണത്. അപ്പോൾ ഇതിനി ഞാനത് അംഗനവാടിയിലേക്ക് കൊണ്ടുപോയി കൊടുക്കാൻ പോവുകയാണ്. അവിടെ 1:30-ക്കാണ് നമ്മളോട് ടൈം പറഞ്ഞായിരുന്നത്, 1:30 ആകുമ്പോഴത്തേക്കും വരാനാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ വേഗത്തിൽ ഇതൊക്കെ കുഞ്ഞുങ്ങൾക്ക് കൊണ്ടുപോയി കൊടുത്ത് അവർക്ക് കഴിക്കാൻ കൊടുത്തേച്ച് ഓടി വരാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു. ഗോഡ് ബ്ലസ് യു ഓൾ.